ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാവന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാം. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സംഗീതം ഞാൻ കൊടു തന്നിർക്കുന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു തള്ളി സംഗീതം ഞാൻ കൊടു തന്നിർക്കുന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. കർത്തനെ എത്ര അനുഗ്രഹങ്ങളെയോ നഷ്ടമാക്കി വിധം ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനിതാ തട്ടിയുണർത്തണമേ. ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനിതാ തട്ടിയുണർത്തണമേ. ശൂന്യവും പാഴുമാ തള്ളിയതാമിനിൻ മന്ദിരം തന്നിരുന്നു ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ. ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ. ജീവിതമിന്നും ശരിയായിട്ടില്ലയോ ജീവിപ്പിക്കും കർത്തനേ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. ഈ വിധത്തിൽ പരിപാലിക്കപ്പെട്ടിടാൻ ദൈവാത്മാവേ വന്നെന്നിൽ എന്നും ആവസിച്ചു തവ തേജസാലെന്നോടെ ജീവൻ പ്രശോഭിപ്പിക്കാം. എന്നും ആവസിച്ചു തവ തേജസാലെന്നോടെ ജീവൻ പ്രശോഭിപ്പിക്കാം. എന്നുള്ളിലും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാം. വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാം. പ്രിയരെ, നമുക്കിപ്പോൾ ഒരു സങ്കീർത്തനം വായിച്ചു കേൾക്കാം. സങ്കീർത്തനം 34 അതിൻ്റെ 1 മുതലുള്ള വാക്യം നമുക്ക് ഇപ്പോൾ വായിച്ചു കേൾക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടിവിക്കുന്നു. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ,
അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ. അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആർ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ ഭയക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. പ്രിയരെ, കേട്ട വചനത്താൽ നമ്മേവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയരെ, നമുക്കിപ്പോൾ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തി മഹാകരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവേ, നീ ഞങ്ങൾക്ക് കാണിച്ച സകല നന്മയ്ക്കും കരുണയ്ക്കും വിശേഷിച്ച് നിൻ്റെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകുകയും നിൻ്റെ ഇഷ്ടത്തെയും കൃപയെയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതിനും ഞങ്ങൾ നിനക്ക് സ്തോത്രം പറയുന്നു പിതാവേ. നിൻ്റെ വചനം നല്ല ഗുണമുള്ള ഹൃദയത്തെ സംഗ്രഹിച്ച് ഞങ്ങൾ ഫലപുഷ്ടിയുള്ള ഒരു ജീവിതം കഴിക്കേണ്ടതിന് നീ നിൻ്റെ വചനം ഞങ്ങളിൽ നടണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു പിതാവേ. നിൻ്റെ രക്ഷാകരമായ വചനത്തിൻ്റെ നിർമ്മലമായ ഉപദേശത്തിൽ നിലനിൽക്കേണ്ടതിന് ഈ ലോകത്തിൽ എങ്ങുമുള്ള നിൻ്റെ സഭയെ അതിൻ്റെ സകല ശുശ്രൂഷകന്മാരെ ഉപദേഷ്ടാക്കന്മാരെയും ഭരിക്കണമെന്ന് ഞങ്ങൾ ഏറ്റവും ഹൃദയപൂർവ്വമായി നിന്നോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ നീ നിൻ്റെ വചനത്താൽ ബലപ്പെടുത്തി സകല മനുഷ്യരോടുമുള്ള സ്നേഹത്തെ ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തിലെ മേലധികാരികൾക്കും അവരുടെ കീഴിലുള്ള എല്ലാ ന്യായാധിപന്മാർക്കും മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കും നീ നല്ല സുഖവും നിൻ്റെ അനുഗ്രഹവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവേ. ഞങ്ങൾ സാവധാനവും സ്വസ്ഥതയുമുള്ള ഒരു ജീവിതം സകല ദൈവഭക്തിയിലും വിശ്വസ്തയിലും കഴിക്കേണ്ടതിന് നീതിയെ നിലനിർത്തുന്നതിനും ദുഷ്ടതയെ തടയുന്നതിനും ശിക്ഷിക്കുന്നതിനുമായിട്ട് ഇവർ നിൻ്റെ തിരുവിഷ്ടപ്രകാരം ഭരിക്കുവാൻ തക്കവണ്ണം നീ ഇവർക്ക് നിൻ്റെ കൃപ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കളും എതിരാളികളും അവരുടെ ശത്രുത്വത്തെ വിട്ട് ഞങ്ങളോടുകൂടെ സൗമ്യത്തിലും സമാധാനത്തിലും നടക്കുവാൻ തക്കവണ്ണം നീ അവരുടെ ഹൃദയങ്ങളിൽ അവിടെ തിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപദ്രവം, ബുദ്ധിമുട്ട്, രോഗം, പ്രസവവേദന, മരണവേദന എന്നിവരും മറ്റുള്ള അനർത്ഥങ്ങളിലും വിശേഷാൽ നിൻ്റെ നാമവും സത്യവും നിമിത്തമുള്ള കഷ്ടത്തിലും ഇരിക്കുന്നവരെ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാവരും തങ്ങളുടെ കഷ്ടതയെ നിൻ്റെ പിതൃസ്നേഹത്തിൻ്റെ ലക്ഷ്യമെന്നറിഞ്ഞ് അങ്ങനെയുള്ളതായി അതിനെ സഹിക്കുന്നതിന് നീ അവരെ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ന്യായമായ ക്രോധത്തിനും പലവിധമായ ശിക്ഷകൾക്കും ഞങ്ങൾ പാത്രരാകുന്നുവെങ്കിലും കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ബാല്യത്തിലെ പാപങ്ങളെയും ഞങ്ങളുടെ കണക്കില്ലാത്ത ലംഘനങ്ങളെയും ഓർക്കാതെ നിൻ്റെ അളവറ്റ നന്മ, കൃപ, കരുണ എന്നിവ നിമിത്തം ശരീര സംബന്ധമായ യാതൊരു ദോഷങ്ങളും അപകടങ്ങളും ഞങ്ങളിൽ തട്ടാതെ ഞങ്ങൾ അവിടെ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാശകരമായ കള്ള ഉപദേശം, യുദ്ധങ്ങൾ, രക്തവാതകങ്ങൾ, വിഷൂചിക മുതലായ പകർച്ചവ്യാധികൾ, തീപിടുത്തത്താലും വെള്ളപ്പൊക്കത്താലും ഉണ്ടാകുന്ന അപകടങ്ങൾ, ഭൂകമ്പം, കൽമഴ, കൊടുങ്കാറ്റ്, കൃഷിപ്പിഴ, ക്ഷാമം, അത്യന്തമായ മനോവ്യസനം, നിൻ്റെ കരുണയെ തള്ളിക്കളയുന്ന നിരാശ, ദുർമരണം എന്നിവയിൽ ഞങ്ങൾ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ അവിടുന്ന് കാത്തു രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടകാലങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നവനായും എല്ലാ മനുഷ്യരുടെയും വിശേഷാൽ വിശ്വാസികളുടെ രക്ഷിതമായും നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കും ദൈവമേ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്ന മക്കളായി തീരുവാൻ കർത്താവേ ഞങ്ങൾ അവിടെ നിന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
ഈ ലോകമെമ്പാടുമായിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ തരുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എത്രയോ പേർ ഈ ലോകം വിട്ട് കടന്നുപോയി എങ്കിലും ഈ 2026 എന്ന വർഷത്തെ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹത്തോടെ കാക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവായ യേശുവേ, ഈ സമയം പലവിധമായ രോഗത്താലും ഭാരത്താലും ഭവനങ്ങളിലും ആശുപത്രികളിലൊക്കെ ആയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ടുന്ന ശരീരസുഖവും ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്താൽ അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വാർദ്ധക്യപരമായി ആയിരിക്കുന്നവരുണ്ട് കർത്താവെ, ദൈവമേ അവരെ അവിടുന്ന് ആരോഗ്യത്തോടെ സുഖത്തോടെ ബലത്തോടെ അവിടുന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പഠിക്കുന്ന മക്കളുണ്ട് കർത്താവെ, ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ പോക്കിലും വരവിലും കർത്താവെ അവിടുന്ന് അനുഗ്രഹത്തോടെ കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠിത്തങ്ങളിലൊക്കെ കർത്താവിൻ്റെ സ്നേഹമാവുന്ന കരം കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന കരം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വഴികളിലും കർത്താവ് തന്നെ കൂടെ ഇരിക്കണമേ, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടുന്ന ശരീരസുഖവും ആരോഗ്യം അവിടെ നൽകി ദൈവമേ അവിടുന്ന് അനുഗ്രഹത്തോടെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹത്താൽ കരത്താൽ അവിടെ ഞങ്ങൾ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ലോകത്തായിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവരുടെ എല്ലാ ജീവിതങ്ങളെയും അവിടെ നിന്ന് കാത്തുകൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടുന്ന മക്കളായി തീരുവാൻ കർത്താവ് അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിട്ട ദൈവത്തിനായ സ്തോത്രം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപക്കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കടത്താതെ സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളല്ലോ. ആമേൻ.